കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് വരെ ഒരാളെ കുറ്റവാളി. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ദിലീപ് നിരപരാധിയാന്ന് പറയാൻ പലർക്കും മടിയാണ്. ഇതിനെതിരെ കടുകുമണിയുടെ വലിപ്പത്തിൽ തെളിവുകളില്ല. കള്ളം പറഞ്ഞ് ദിലീപിനെ കൊടുക്കാനായിട്ട് പോലീസ് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ ഇരട്ടി ശക്തിയോടെ ആ നിലപാടാകുമെന്ന് ഞാൻ പറയാം. പക്ഷേ ഇരട്ടി ശക്തിയുമല്ല, താഴെ ശക്തിയുമില്ല. മെൻസ് കമ്മീഷന് മുമ്പ് എത്രമാത്രം നിലപാടുണ്ടോ അത് ഇപ്പോഴും ഉണ്ട്. കാര്യം എനിക്ക് ജയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ടല്ല ഞാനൊരു നിലപാടെടുക്കുന്നത്. അത് ഈ നാടിന് ആവശ്യമാണ്. ഏതൊരാണും റിസ്കിലാണ്. ആ പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് രണ്ടാം സ്വാതന്ത്ര്യ സമരം. അത് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല. വേണമെങ്കിൽ നമുക്കതിനെ രണ്ടാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിൽവാസവും നിരാഹാര വ്രതമൊക്കെ നടന്ന് പുറത്തു വന്ന രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അദ്ദേഹം ദിലീപിനെ പറ്റി പറയുന്ന കുറച്ച് ഭാഗം കൂടെ ഇപ്പം നമ്മൾ കേട്ടു. ഇനി നമുക്ക് അദ്ദേഹം ഇതേ ദിലീപിനെ പറ്റി പണ്ട് പറഞ്ഞത് ഈ വീഡിയോൻ്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ, അത്യന്താപേക്ഷിതമാണ്. എന്താണ് രാഹുൽ ഈശ്വർ എന്ന് ഈ കേരളീയ ജനതയ്ക്ക് മനസ്സിലാകണമല്ലോ. എനിക്ക് വലിയ ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ ശബരിമല വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ ജയിൽവാസമൊക്കെ അനുഭവിച്ചപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരാചാരത്തിന് വേണ്ടി അദ്ദേഹം ഈ ഇവിടുത്തെ വിശ്വാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അടക്കം പ്രായമായ അമ്മയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു ധീരമായ പോരാട്ടവും അങ്ങനെ ജയിലിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് എനിക്ക് ബഹുമാനം തോന്നിയിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്നൊരു സഹോദരി പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ, കുറച്ച് ഭാഗം ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ തൊലി ഉരിഞ്ഞു പോകുന്നത് കേട്ടോ. എന്തൊരവസ്ഥയാണ് ഒരു മനുഷ്യനുണ്ടാവുന്നത്. ഈശ്വരനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പുറകിൽ ചില ആൾക്കാരുണ്ട്. അവരാരാണെന്ന് കേൾക്കണ്ടേ? അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിലെ ന്യൂസ് ചാനലുകാരെ, നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യണം. ആ രാഹുൽ ഈശ്വറിനെ ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും അന്തിച്ചർച്ചയ്ക്ക് വിളിക്കരുത്. അദ്ദേഹം തൽക്കാലം ഒന്ന് ജയിൽ മോചിതനായി പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും നിങ്ങൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് അറിയില്ല. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വരുമെന്നും അറിയില്ല. കാരണം അദ്ദേഹം രണ്ടാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും കഴിഞ്ഞ് നിരാഹാരവും കഴിഞ്ഞ് കഷ്ടിച്ച് 10-15 ദിവസമോ 16 ദിവസമോ ജയിലിൽ കിടന്നിട്ട് ഒന്ന് പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും നിങ്ങൾ അദ്ദേഹത്തെ വലിയ ഹീറോ ആക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ പലതും വിളിച്ചു പറയും. നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കും. പിന്നെ അദ്ദേഹം 1, 2, 3 കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുകയെന്നറിയില്ല. അതും പ്രത്യേകിച്ചും ഈ വിഷയങ്ങൾ, ആണുങ്ങളൊക്കെ എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ലക്കും ലഗാനും ഇല്ലാതെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങും. പിന്നീട് അദ്ദേഹത്തിനെതിരെ കേസ് വരും. അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. അതിന് വലിയ പ്രയാസമൊന്നുള്ള മനുഷ്യനൊന്നല്ല. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആചാര സംരക്ഷണത്തിനൊക്കെ വേണ്ടി അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞതോടുകൂടിയൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മാധ്യമങ്ങളിലൊക്കെ വന്ന് ചർച്ചകളിലൊക്കെ അദ്ദേഹം, ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ വലിയ ഹിന്ദു തീവ്രവാദിയാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു മഹാസംഘിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം എന്തുകൊണ്ടോ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ആ നിലപാടുകളിലൊക്കെ അയവ് വരുത്തി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു, മഹാത്മാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും പിണറായി വിജയനെയൊക്കെ അനുമോദിക്കുന്ന കാണുന്നു, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന കാണുന്നു. അങ്ങനെയുള്ള നിലപാടുകൾക്കൊന്നും ഒരു സ്ഥിരതയില്ല എന്ന് എനിക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് ഇന്ന് നമ്മുടെ ഒരു സഹോദരിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. കാരണം ഈ ദിലീപിൻ്റെ വിഷയത്തിൽ ഇദ്ദേഹം എന്താണ് ഈ ദിലീപിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല. കാരണം ദിലീപിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റുള്ള കാര്യമല്ല. കാരണം ദിലീപ് ഒരു കുറ്റക്കാരനുമല്ല. ആ അതിജീവിതം ആക്രമിക്കപ്പെട്ട കാര്യത്തിൽ ദിലീപിനൊരു പങ്കുമില്ലെങ്കിൽ അത് നമ്മുടെ രാഹുൽ ഈശ്വറിന് വ്യക്തമായി അറിയാമെങ്കിൽ അത് പറയുന്നതിനും അതിനുവേണ്ടി വാദിക്കുന്നതിനും ഒന്നും തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലെ പല കഥകളും ഈ രാഹുൽ ഈശ്വറിന് അറിയാമായിരുന്നു എന്ന് വളരെ പണ്ട് പല ഓഡിയോകളിലും വീഡിയോകളിലും ഒക്കെ വെളിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യൻ അറിയാമെന്നും
ദിലീപ് എന്ന വ്യക്തി എത്തരക്കാരനാണെന്നുള്ളത് കൃത്യമായി അറിയാവുന്നൊരു വ്യക്തിയാണത്രേ. അതിനുള്ള ഒരു കാരണവും ഈ സഹോദരി പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയുടെ സ്വന്തക്കാരനായിരുന്നു അത്രേ ദിലീപ് രണ്ടാമത് കല്യാണം കഴിച്ച കാവ്യയുടെ ഭർത്താവ്. ഒരു സഹോദരി പുറത്തുവിട്ട ഒരു വീഡിയോയുടെ കുറച്ചു ഭാഗം നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. കാരണം എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ദിലീപുമായിട്ടുള്ള കാവ്യയുടെ ബന്ധം രാഹുൽ ഈശ്വറിന് ഇതിനു മുമ്പേ അറിയാം. ഈ ഒരു കേസ് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവൻ എവിടെയാണ് സത്യസന്ധൻ എന്നാണ്. കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായിയമ്മയുടെ ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ. അങ്ങനെ ഇവര് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ, രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോ നാട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കാവ്യയുടെ അമ്മായിമ്മയുടെയും നമ്മളുടെ സ്വന്തം രാഹുൽ ഈശ്വർ ദ മെന്നിസ്റ്റ് ദ ദിലീപ് സപ്പോർട്ടറിന്റെയും ഓഡിയോയാണ്. സംശയം എന്താണ് എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അവസാനം ഇപ്പൊ നമ്മള് നമുക്ക് ഇവിടെ വിവാഹഭോജനം എന്നൊക്കെ പറഞ്ഞ വളരെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ കള്ളി കഴിവിടാമോ. എന്നിട്ട് വേണ്ടി ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. എന്തിനാ രാഹുൽ ഈശ്വരെ തകർന്നു പോയേ? രാഹുൽ ഈശ്വറിന് ഒന്നും അറിയില്ലല്ലോ. തകർന്നു പോയി ആന്റി, ഞാൻ തകർന്നു പോയി. ദിലീപിന്റെ കൂടെ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇനി മഞ്ജു ഓക്കെ അല്ല. എടോ നാണല്ലേ? അങ്ങനെയാണ് എന്റെ പൊന്നു മോനെ, നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് അങ്ങ് ജീവിച്ചാ പോരെ? നിഷാലിനെയും തകർത്ത് ആ അതിജീവിതേനെയും തകർത്ത് എന്ത് കിട്ടുന്നീറ്റുങ്ങൾക്കൊക്കെ. ആന്റി ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് ഞാൻ വിളിച്ചപ്പോ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ആന്റി? അത് തന്നെ ആന്റി ഈ ബന്ധം നമ്മള് അല്ല അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി. ഓ മൈ ഗോഡ്. അപ്പൊ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഈ അമ്മായിയമ്മ പറയുന്നതിന് മുമ്പേ, നിഷാലിന്റെ അമ്മ പറയുന്നതിന് മുമ്പേ രാഹുൽ ഈശ്വറിന് അറിയാമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. ഇത് ആരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലാവും. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ഞാൻ ചെറുത ഇവനാണെന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവന് സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു അല്ലേ എഴുതിയേക്കുന്നു. ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ നാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, ഈ വിവാഹത്തിനോട് അടുപ്പിച്ചുള്ള കുറച്ച് ദിവസം മുമ്പേ കാവ്യമാധവൻ കരച്ചിലായിരുന്നു ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വന്നു. ആ സ്റ്റേജില് മൈ ഡിയർ കാവ്യമാധവൻ, താങ്കൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാൽ പോരെ? കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് ഫുൾ ടൈം ദിലീപിനെ വിളിച്ചുകൊണ്ടിരിക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആ പർട്ടിക്കുലർ മനുഷ്യന് ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇന്ന പ്രശ്നമാണെന്ന് പറയുക, ഇയാളുടെ അടുത്ത് മോശമായി പെരുമാറുക, ദിലീപിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുക. എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ വളരെ എഴുതിപ്പിച്ചതാണ്. ദിലീപും കൂടെ ഞാൻ മ്യൂസിയത്ത് ജോഗിങ്ങിലായിരുന്നേ. അപ്പോഴ് രണ്ട് സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കി കൂടെ നടന്നിട്ട് അല്ല അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലായില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത് മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വിജയം. ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാറായപ്പോ എനിക്ക് രാഹുൽ ഞാൻ ചോദിക്കട്ടെ, ദിലീപ് വന്നോ കല്യാണത്തിന്? കോട്ടയത്ത് മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കുക മോനെ കൊല്ലാൻ. അയ്യോ ശ്രീകണ്ഠേശ്വര, അയ്യോ ആന്റി മതി മതി രാഹുൽ ഈശ്വരെ, കേട്ടത് മതി. ധാരാളം ശ്രീകണ്ഠേശ്വര മതി, സകല ദൈവങ്ങളെ മതി. ഇതെല്ലാം അറിഞ്ഞിട്ടും രാഹുൽ ഈശ്വർ ഈ
ആൺ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മെൻസ് കമ്മീഷന് വേണ്ടി ഈ ധീരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിലീപിന് വേണ്ടിയിട്ട് കൂടി ഈ പോരാട്ടം നടത്തുമ്പോൾ അത് മലയാളികൾക്ക് കൂടെ ഒരു വിശ്വാസം വരണ്ടേ എൻ്റെ രാഹുൽ ഈശ്വറെ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഈ സഹോദരി ചെയ്ത വീഡിയോ കഴിയുന്നത്ര പേര് കാണണം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാനിവിടെ ഇതിട്ടത്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. എനിക്ക് ഈ മീഡിയക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലുകാരോട് ഒരിക്കൽ കൂടി ഒന്ന് റിക്വസ്റ്റ് പറയാനുണ്ട്. കുറച്ചു കാലത്തേക്ക് ഈ രാഹുൽ ഈശ്വറിൻ്റെ ആ മാനസിക നിലയൊക്കെ ഒന്ന് ശരിയാകുന്നത് വരെ അദ്ദേഹത്തെ ഈ ചർച്ചകൾക്കൊന്നും വിളിച്ച് അദ്ദേഹത്തിനെ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിച്ച് വീണ്ടും ജയിലിലാക്കരുത് എന്നൊരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.